ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് NCERT ക്ലാസ് 7ലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.3ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. ഇവാലുവേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അഥവാ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ദ ഫസ്റ്റ് വൺ -30/10. ഇത് കംപ്ലീറ്റ് ഡിവിഷൻ ആണ്. ഈ നെഗറ്റീവ് നമ്പറിന്റെ ഡിവിഷന്റെ റൂൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. വെൻ ടു നമ്പേഴ്സ് ഹാവ് ഈക്വൽ സൈൻ ദ ആൻസർ ഈസ് ഓൾസോ ഈക്വൽ സൈൻ, വിച്ച് മീൻസ് രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഇഫ് ബോത്ത് നമ്പേഴ്സ് ആർ നെഗറ്റീവ് ആൻസർ ഈസ് ഓൾസോ പോസിറ്റീവ്. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ അതേ റൂള് തന്നെയാണ്. രണ്ട് നമ്പറും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. രണ്ട് നമ്പറും നെഗറ്റീവ് ആണെങ്കിലും ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പം ആൻസർ എപ്പോഴാണ് നെഗറ്റീവ് ആകുക? ഏതെങ്കിലും ഒരെണ്ണം മൈനസ് ആകുമ്പോൾ ആൻസർ എന്താകും? മൈനസ് ആവും, നെഗറ്റീവ് ആവും. ഇനി 3 നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെയും ആൻസർ എന്താവും? നെഗറ്റീവ് ആവും. കാരണം രണ്ട് നെഗറ്റീവ് പോസിറ്റീവ്, ഒരു നെഗറ്റീവ് അവിടെ ഉണ്ട്. അതായത് നെഗറ്റീവിൻ്റെ എണ്ണം ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആൻസർ നെഗറ്റീവ് ആകും. നെഗറ്റീവിൻ്റെ എണ്ണം ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആൻസർ എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ ഫസ്റ്റത്തേൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ -30/10. ആദ്യം 30/10 ചെയ്യുക. 30ൽ എത്ര 10 ഉണ്ട്? നമുക്കറിയാം 30ൽ 3 10 ആണ്, 3 10 ആണുള്ളത്. 3 10s are 30 ആണ്. ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ എന്താവും? നെഗറ്റീവ് ആവും. ദാറ്റ് ഈസ് -3. ദെൻ സെക്കൻഡ് വൺ 50/5. 50/5 ആണ് തന്നിട്ടുള്ളത്. -5 ആണ് തന്നിട്ടുള്ളത്. 50/5 എത്രയാണ്? 5 ആണ് 50. 10 5s ആണ് 50. 10 5s ആണ് എന്ത്? 50. ഒരെണ്ണം നെഗറ്റീവ് ആണ്, സോ ആൻസറും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ്സ് -10. ഓക്കെ, ദെൻ അടുത്തത് -36/-9. 9ന്റെ ടേബിൾ ഒന്ന് ചൊല്ലി നോക്കുക. 9ന്റെ ടേബിൾ ചൊല്ലുമ്പോൾ എപ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്? 1 9s are 9, 2 9s are 18, 3 9s are 27, 4 9s are 36. അപ്പോൾ ആൻസർ 4 ആണ്. രണ്ട് നമ്പറും നെഗറ്റീവ് ആണ്. അപ്പോൾ രണ്ട് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസറും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ 4. ദെൻ അടുത്തത് -49/49. അപ്പോൾ 49/49 എത്രയാണെന്നുള്ളത് ആദ്യം നോക്കുക. 49/49. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1 ആണ് കിട്ടുക. സോ 49/49 എത്രയാണ്? 1 ആണ്. 49/49 എത്രയാണ്? 1 ആണ്. ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് -1 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 13/-2 + 1 ആണ് കാണുന്നത്. സോ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം അക്കോർഡിംഗ് ടു ബോർഡ് മാസ്. എന്താണ് ബോർഡ് മാസ്? ബോർഡ് മാസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ബോർഡ് മാസ് പറഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളത് ചെയ്യണം, പിന്നെ ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അങ്ങനെയാണ് മാത്സ് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഓർഡർ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഒരു ബ്രാക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ആദ്യം ഈ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ -2 + 1 ആണ്. ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും ആണ്. അഡീഷൻ ആണ് ഇവിടെ വരുന്നത്, അല്ലേ? അപ്പോൾ വലതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ 2ൽ നിന്നും 1 പോയാൽ എത്രയാണ്? 1 ആണ്. വലതിൻ്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബിക്കം -1. ഓക്കെ, ഇനി 13/-1 ചെയ്യുക. 13/1. 1 എന്ന് പറയുന്നത് ഡിവിഷണൽ ഐഡന്റിറ്റി ആണ്. അഥവാ ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണ് കിട്ടുക. സോ 13/1 എത്രയാണ്? 13 ആണ്. ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ എന്താകും? നെഗറ്റീവ് ആകും. സോ -13. ഓക്കെ, ദെൻ അടുത്തത് 0/-12. ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0 ആണ്. ഓക്കെ, ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 0നെ ഏതൊരു നമ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ, അത് ഏതൊരു നമ്പർ ആയിക്കോട്ടെ, /0 ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. Okay, but 0/any number that is equal to 0. 0നെ
ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും അവിടുത്തെ ആൻസർ എന്താണ്? 0 ആണ്. 0ക്ക് സൈൻ ഇല്ല. ദെൻ അടുത്തത് ഇവിടെ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. നമ്മൾ ബ്രാക്കറ്റ് ചെയ്യണം. സോ -30 -1 -30 പ്ലസ് -1. രണ്ട് നമ്പറും നെഗറ്റീവ് ആണ്. രണ്ട് നമ്പർ നെഗറ്റീവ് ആയാൽ പോസിറ്റീവ് ആവുന്ന കേസ് അത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അഡീഷൻ വരുന്നത്? രണ്ട് നമ്പറും സെയിം സൈൻ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്തിട്ട് അതേ സൈൻ ഇട്ട് കൊടുക്കണം. അഥവാ 30ഉം 1ഉം ആഡ് ചെയ്തിട്ട് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. സോ -31 എന്ന് വരും. ദെൻ -31 ഡിവൈഡഡ് ബൈ -31 31/31 ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. എത്രയാണ് ആൻസർ ആയിട്ട് കിട്ടുക? 1 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. രണ്ട് നമ്പറും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസറും എന്താവും? പോസിറ്റീവ് ആവും. രണ്ട് നമ്പർ നെഗറ്റീവ് ആയപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് രണ്ട് ആഡ് ചെയ്യുമ്പോൾ ആ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ്. രണ്ട് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ 31/31 എത്രയാണ്? 1 ആണ്. രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ എന്താകും? പോസിറ്റീവ് ആകും. സോ ദാറ്റ് ഈസ് 1. ദെൻ H -36 ഡിവൈഡഡ് ബൈ 12 ഡിവൈഡഡ് ബൈ 3. ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളത് ഡിവിഷൻ ചെയ്യണം. -36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അഥവാ 36/12 ചെയ്യണം. 12ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുമ്പോൾ 12ന് 2 12 വരുമ്പോൾ അത് 24 ആവും. അതിലേക്ക് ഒരു 12 കൂടി വരുമ്പോൾ 36 ആവും. ഓക്കെ, 12 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 12 എന്ന് പറയുന്നത് 24 ആണ്. അതിലേക്ക് ഒരു 12 കൂടി വരുമ്പോൾ 36 ആവും അല്ലേ? നോക്കിയേ, 12നെ ഒന്ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 12 × 3 2 3s are 6 1 3s are 3 കണ്ടോ? അപ്പോൾ 36/12 എത്രയാണ്? 3 ആണ്. ഒരെണ്ണം നെഗറ്റീവ് ആണ്. ഒരെണ്ണം എന്താണ്? നെഗറ്റീവ് ആണ്. സോ 36 നെഗറ്റീവ് ആണ്, 12 പോസിറ്റീവ് ആണ്. ഒരു നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ എന്താവും? നെഗറ്റീവ് ആവും. സോ -3 ഡിവൈഡഡ് ബൈ 3. ഇനി 3/3 ചെയ്യാം. 3/3 എന്ന് പറയുന്നത് ആ നമ്പർ കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഒരെണ്ണം നെഗറ്റീവ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് -1. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് ബ്രാക്കറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ആദ്യം ഈ രണ്ട് ബ്രാക്കറ്റുകൾ ചെയ്യുക. -6 + 5 ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും. സോ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. സോ 6ന്ന് 5 പോയാൽ എത്രയാണ്? 1 ആണ്. 6ന്ന് 5 പോയാൽ എത്രയാണ്? 1 ആണ്. വലുത് മൈനസ് ആണ്. സോ -1. ഇനി -2 + 1 ഇവിടെ അതേപോലെ തന്നെ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. 2ന്ന് 1 പോയാൽ എത്രയാണ്? 1 ആണ്. വലുത് മൈനസ് ആയതുകൊണ്ട് -1 എന്ന് വരും. സോ -1 ഡിവൈഡഡ് ബൈ -1. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 1/1 ചെയ്യണം. രണ്ടും നെഗറ്റീവ് ആണ്. രണ്ട് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. സോ -1/-1 1. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഈ എക്സസൈസിൽ. അതായത് ഡിവിഷൻ ആണ്, നെഗറ്റീവ് നമ്പറുകൾ ഡിവൈഡ് ചെയ്യാനാണ്. ഓരോ നമ്പറുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ബ്രാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക. ദെൻ പിന്നെ റൂളുകൾ ശ്രദ്ധിക്കുക. അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ റൂളുകൾ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഒരെണ്ണം നെഗറ്റീവ് ആണ്, ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. രണ്ടും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലോ സംഖ്യകൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. ഇനി ഡിവൈഡ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയാൽ ആൻസർ നെഗറ്റീവ് ആകും. രണ്ടും നെഗറ്റീവ് ആയാൽ ആൻസർ എന്താകും? പോസിറ്റീവ് ആകും. ക്ലിയർ? റൂൾ ഓക്കെ അല്ലേ? റൂള് നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം നമുക്ക് ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ റൂളുകൾ നല്ല ആവശ്യമുള്ളതാണ്. ക്ലിയർ? ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. Don't forget to subscribe, like, share and comment down. Bye bye.